2002 ഗുജറാത്ത് കലാപം മുതലാണ് ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന അമിത്ഷായുടെ പേരിൽ പോക്കുവരവ് ചെയ്യപ്പെട്ട സ്വർഗത്തിൽ ഡോക്ടർ അംബേദ്കറിനോ അദ്ദേഹത്തെ ആദരിക്കുന്നവർക്കോ പ്രവേശനമുണ്ടാകില്ല ഒരു കാലത്തും. अभी एक फैशन हो गया है, आम्बेडकर 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 आम्बेडकर. इतना नाम अगर भगवान का लेते तो 7 जन्मों तक स्वर्ग मिल जाता. ഡോക്ടർ അംബേദ്കർ എന്ന പേര് അമിത്ഷയ്ക്ക് അലർജിയാകുന്നത് സ്വാഭാവികം. കാരണം RSSനെയും ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള അവരുടെ അജണ്ടയെയും അതിനിശിതമായി എതിർത്തിട്ടുണ്ട് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പി. ഇടയ്ക്കൊരു കാലത്ത് ഡോക്ടർ അംബേദ്കറെയും കാവി പുതപ്പിക്കാൻ RSS ശ്രമിച്ചിരുന്നു. കഴിഞ്ഞ അംബേദ്കർ ജയന്തി ദിനത്തിൽ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തി RSS പ്രസിദ്ധീകരണമായ ഓർഗനൈസർ ദീർഘമായൊരു ലേഖനവും പ്രസിദ്ധീകരിച്ചിരുന്നു. ആ ലേഖനം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ടൈം ടു റിമെമ്പർ ആൻഡ് ഓണർ ദ ഗ്രേറ്റ് ക്യാരക്ടർ ആൻഡ് സൺ ഓഫ് ദ സോയിൽ ഡോക്ടർ അംബേദ്കർ. മഹത് വ്യക്തിത്വവും മണ്ണിൻ്റെ മകനുമായ ഡോക്ടർ അംബേദ്കറെ സ്മരിക്കാനും ആദരിക്കാനുമുള്ള സമയമാണിതെന്ന് പരിഭാഷ. എന്നാൽ ഇത്തരം അഭിനയമൊന്നും തീരെ വശമുള്ള ആളല്ല അമിത്ഷാ. ഡോക്ടർ അംബേദ്കറെ കുറിച്ച് ഉള്ളിൽ എന്താണോ അത് പാർലമെന്റിൽ അദ്ദേഹം തുറന്നു പറഞ്ഞു. മൂർഖൻ എത്ര കാലം പത്തി ഒളിപ്പിച്ച് ചേരയായി ഇഴഞ്ഞു നടക്കും? അതുപോലെ ഡോക്ടർ അംബേദ്കറെയും അധികകാലം വാഴ്ത്താൻ RSSന് കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് ഒരിക്കലും പൊരുത്തപ്പെടാനും കഴിയില്ല. ഡോക്ടർ അംബേദ്കറുടെയും RSSൻ്റെയും പാത ഒന്ന് തന്നെ ആയിരുന്നു എന്ന് സമർത്ഥിക്കാനുള്ള പാഴ്ശ്രമമായിരുന്നു ഓർഗനൈസർ ലേഖനം. പക്ഷേ അധികകാലം പത്തി പതുക്കി വയ്ക്കാനാവില്ലെന്ന് അമിത്ഷാ പാർലമെന്റിൽ തെളിയിച്ചു. ഡോക്ടർ അംബേദ്കറുടെ ആശയങ്ങളോടും ജീവചരിത്രത്തോടുമുള്ള ഭീതി പുച്ഛമായും പരിഹാസമായും ആ നാവിൽ നിന്ന് പുറത്തു ചാടി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് നല്ലതിനാണ്. ഡോക്ടർ അംബേദ്കറെ ദത്തെടുക്കാൻ ഇറങ്ങിയ RSS ബുദ്ധിജീവികൾക്ക് ഇനി ഷെഡിൽ കയറാം. ഡോക്ടർ അംബേദ്കറെ RSS സഹയാത്രികനാക്കാൻ എന്തെല്ലാം നുണകളാണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത്? പ്രധാനമായും 3 എണ്ണമായിരുന്നു. RSS പ്രവർത്തനം അംബേദ്കറിൽ മതിപ്പുളവാക്കിയിരുന്നു എന്നതായിരുന്നു ഒന്നാമത്തെ നുണ. വാസ്തവമോ? RSSനെ അപകടകാരിയായ സംഘടന എന്ന് വിശേഷിപ്പിച്ച് പാർലമെന്റിൽ പ്രസംഗിച്ചിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ 1951 മെയ് 4-ന്. അടുത്ത നുണ ഇതായിരുന്നു: 1952 മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിൽ അംബേദ്കറുടെ പാർട്ടിയും ജനസംഘവും തമ്മിൽ സഖ്യമുണ്ടാക്കി. വസ്തുത എന്താണ്? തൻ്റെ സംഘടനയ്ക്ക് RSS, ഹിന്ദു മഹാസഭ പോലുള്ള പിന്തിരിപ്പൻ ശക്തികളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ലെന്ന് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചാണ് ഡോക്ടർ അംബേദ്കർ തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഇറങ്ങിയത്. RSS നേതാവ് ദത്തോബാന്ത് ഠേങ്ഡിയെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്ന തൻ്റെ സംഘടനയുടെ സെക്രട്ടറിയാക്കി എന്നായിരുന്നു മറ്റൊരു നുണ. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ ആ സംഘടനയിൽ മെമ്പർഷിപ്പ് നൽകിയിരുന്നുള്ളൂ. ദത്തോബാന്ത് ഠേങ്ഡി പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നില്ല. ഒരിക്കലും ആ സംഘടനയിൽ അംഗത്വവും ലഭിക്കില്ല. അംഗമാകാൻ പോലും കഴിയാത്ത ആൾ എങ്ങനെ സെക്രട്ടറിയായി എന്ന ചോദ്യത്തിന് സംഘപരിവാർ ബുദ്ധിജീവികൾക്ക് അന്നും ഉത്തരമില്ല, ഇന്നും ഉത്തരമില്ല. RSSും അംബേദ്കറും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം തുടങ്ങിയത് 2015 മുതലാണ്. സർസംഘചാലക് മോഹൻ ഭഗവത്താണ് ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഇന്ന് അമിത്ഷായിലൂടെ പുറത്തു വന്നതോ അന്ന് തുടങ്ങിയ ശ്രമങ്ങളുടെ പൊള്ളത്തരവും. ഡോക്ടർ അംബേദ്കറെ ഒരു ഹിന്ദുമത പരിഷ്കർത്താവാക്കി ഏറ്റെടുക്കാൻ RSS കെട്ടിച്ചമച്ച അസംഖ്യം അസംബന്ധങ്ങളിൽ ഒന്നുപോലും വിലപ്പോയില്ല. ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. തുടക്കത്തിൽ പറഞ്ഞ ഓർഗനൈസർ ലേഖനത്തിൽ RSSന്റെ സർസംഘചാലകായിരുന്ന ബാബാ സാഹിബ് ദേവറസിന്റെ ഒരു ഉദ്ധരണിയുണ്ട്. ബ്രാഹ്മണൻ അബ്രാഹ്മണൻ, സവർണത അസ്പൃശ്യത തുടങ്ങിയ വിവാദങ്ങളൊക്കെ പല ഘട്ടത്തിൽ ഇന്ത്യയുടെ ഭരണാധികാരികളായിരുന്ന മുസ്ലിങ്ങളുടെയും ബ്രിട്ടീഷുകാരുടെയും സൃഷ്ടിയായിരുന്നു അത്രേ. അയിത്തവും തൊട്ടുകൂടായ്മയും സാമൂഹ്യ വിവേചനവും അടക്കം സനാതന മതത്തിലെ ജാതി വ്യവസ്ഥയുടെ വിവരണാതീതമായ പീഡനമുറകളെ സ്വപ്രയത്നം കൊണ്ട് അതിജീവിച്ചാണ് ഡോക്ടർ അംബേദ്കർ ഇന്ത്യയുടെ മഹാനായ പുത്രനായത്. അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഹിന്ദുമതത്തെക്കുറിച്ചും ജാതി വ്യവസ്ഥയെക്കുറിച്ചും തൊട്ടുകൂടായ്മയെക്കുറിച്ചുമൊക്കെ ആഴത്തിൽ പഠിക്കാനും എഴുതാനും ഡോക്ടർ അംബേദ്കറെ പ്രേരിപ്പിച്ചത്. എണ്ണമറ്റ മഹാഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാളിൻ്റെ അനുസ്മരണ ലേഖനത്തിലാണ് ജാതി വ്യവസ്ഥയിലെ അനാചാരങ്ങളും അത്യാചാരങ്ങളും മുസ്ലിം ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചതാണെന്ന ഉദ്ധരണി. ചരിത്രത്തെ കീഴ്മേൽ മറിക്കാൻ എന്തെല്ലാം അഭ്യാസങ്ങളാണ് RSS കാട്ടിക്കൂട്ടുന്നത്. സനാതന മതത്തെയോ അതിൻ്റെ ആചാര വ്യവസ്ഥയെയോ തരിമ്പും അംഗീകരിച്ചിട്ടില്ല മരിക്കുവോളം അംബേദ്കർ. ഞാൻ ജനിച്ചത് ഹിന്ദുവായിട്ടാണെങ്കിലും ഹിന്ദുവായി മരിക്കില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു എന്ന വാക്കുകൾ കൊണ്ട് ജാതി വ്യവസ്ഥയെ സൃഷ്ടിച്ച സനാതന ധാർഷ്ട്യത്തിൻ്റെ നെറുകയിൽ സൾഫ്യൂറിക് ആസിഡിൻ്റെ വീര്യമുള്ള വാക്കുകൾ കൊണ്ട് നിറയൊഴിച്ചിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ. Though I was born a Hindu, I solemnly assure you that I will not die as a Hindu.
എന്ന് നട്ടെല്ല് നിവർത്തി പ്രഖ്യാപിച്ച ധീരതയുടെ ഉടമ. ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കണം എന്ന വാദത്തെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട് ഡോക്ടർ അംബേദ്കർ. പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി: ഹിന്ദു രാജ്യം ഒരു യാഥാർത്ഥ്യമായി മാറുകയാണെങ്കിൽ അത് ഈ രാജ്യത്തിന് സംഭവിക്കാവുന്ന ഏറ്റവും കൊടിയ വിപത്തായിരിക്കും എന്നതിൽ സംശയമില്ല. എന്ത് വില കൊടുത്തും ഹിന്ദുരാജ് തടയണം. ഹിന്ദുരാജ്യം എന്ന വിപത്തിനെ കുറിച്ച് ഇത്ര നിശിതമായ മുന്നറിയിപ്പ് നൽകിയ ഡോക്ടർ അംബേദ്കറോട് എങ്ങനെ സംഘപരിവാർ പൊറുക്കും? അദ്ദേഹത്തെ RSS സഹയാത്രികനായി ചിത്രീകരിക്കാൻ ഇറങ്ങുന്നത് പാഴ്വേലയാണെന്ന് അമിത്ഷായെ പോലെ മനസ്സിലാകുന്ന മറ്റാരുണ്ട്? അതുകൊണ്ട് സംഘപരിവാറിന്റെ ശത്രുക്കളുടെ പട്ടികയിൽ അദ്ദേഹം ഡോക്ടർ BR അംബേദ്കർ എന്ന പേര് അടിവരയിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആ പേരിന് പകരം ദൈവം എന്നുച്ചരിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് അമിത്ഷാ പരിഹസിക്കുന്നു. ശരിയാണ്, 2002 ഗുജറാത്ത് കലാപം മുതലാണ് ഇന്ത്യ ചരിത്രം ആരംഭിക്കുന്നത് എന്ന് ധരിച്ചു വച്ചിരിക്കുന്ന അമിത്ഷായുടെ പേരിൽ പോക്കുവരവ് ചെയ്യപ്പെട്ട സ്വർഗത്തിൽ ഡോക്ടർ അംബേദ്കറിനോ അദ്ദേഹത്തെ ആദരിക്കുന്നവർക്കോ പ്രവേശനമുണ്ടാകില്ല ഒരു കാലത്തും.